കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് പ്രതിനിധി ഡെയ്സി സെബാസ്റ്റ്യൻ ചുമതലയേറ്റു. LDF ധാരണ പ്രകാരമാണ് പ്രസിഡന്റ് സ്ഥാനമാറ്റം. 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡെയ്സി സെബാസ്റ്റ്യൻ വിജയിച്ചത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാണ് കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ശ്രീ ജിസ് ബിനോയ് അവർക്ക് 6 വോട്ട് ലഭിച്ചിരിക്കുന്നു. ശ്രീമതി ഡെയ്സി സെബാസ്റ്റ്യന് 13 വോട്ടുകൾ കിട്ടിയിരിക്കുന്നു. 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ശ്രീമതി ഡെയ്സി സെബാസ്റ്റ്യൻ അവരെ G49 കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇത്തവണ കുമളി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ആദ്യ 2.5 വർഷക്കാലം CPM-നും 1.5 വർഷക്കാലം CPI-ക്കും 1 വർഷം കേരള കോൺഗ്രസിനും എന്നിങ്ങനെയായിരുന്നു ധാരണ. CPM പ്രതിനിധിയായി ശാന്തി ഷാജിമോൻ, CPI-യുടെ ഭാഗത്തുനിന്നും രജനി ബിജു എന്നിവർ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. അടുത്ത 1 വർഷക്കാലത്തേക്ക് കുമളി 19 വാർഡിൽ നിന്ന് മത്സരിച്ച ഡെയ്സി സെബാസ്റ്റ്യൻ കുമളി പഞ്ചായത്തിനെ നയിക്കും. UDF-നെ പ്രതിനിധീകരിച്ച ജിസ് ബിനോയ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡെയ്സി സെബാസ്റ്റ്യൻ വിജയിച്ചു. യോഗത്തിൽ കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദീഖ്, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.